ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി, ഇന്ന് 7ാം ദിവസമാണ്. ഇപ്പോൾ തൊട്ടു മുൻപ് അർജുൻ്റെ കുടുംബം അവർ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അർജുൻ്റെ അമ്മ സൈന്യമെത്തിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ എന്നവർ ആശങ്കപ്പെടുകയും ചെയ്തു. ഈ തെരച്ചിൽ നിർത്തി, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. സൈന്യം ഇന്ന് തന്നെ മടങ്ങുമോ ഹാഷ്മി? ഉന്മേഷ്, അങ്ങേയറ്റം നിരാശാജനകമായ ഒരു ദിവസത്തിന്റെ ദിനാന്ത്യം എന്ന് കൃത്യമായി തന്നെ അക്ഷരം തെറ്റാതെ പറയേണ്ട ഒരു ദിവസമാണ് നിൽക്കുന്നത്. വലിയ വേദനയും വലിയ സങ്കടവുമുണ്ട്. റിപ്പോർട്ടർ എന്നുള്ള നമ്മുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ അങ്ങനെ അപൂർവമായി മാത്രം നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. അന്ന് ആ മറ്റൊരു ദിവസം എന്ന് കൃത്യമായ ദിവസത്തിനെ പറയാം. നമ്മൾ ആ സിഗ്നൽ കിട്ടിയപ്പോൾ ഉന്മേഷ് ശരിക്കും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നു. കാര്യം അങ്ങനെ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകർ ആ സിഗ്നലിനെ കുറിച്ചുള്ള വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വണ്ടിക്ക് സമാനമായ ഒരു വണ്ടി എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന, ഉറപ്പിക്കാൻ കഴിയാവുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവിടെ ഒരു വാഹന സാന്നിധ്യം നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകർ ആലോചിച്ചിരുന്നതാണ്. അതിന് പിന്നാലെ റഡാറിൽ കൂടി ആ സിഗ്നൽ കിട്ടുമ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതും നമ്മൾ നേരത്തെ കണ്ട റഡാർ സിഗ്നലുകൾ പോലെ വ്യാജ സിഗ്നൽ, ഫേക്ക് സിഗ്നലുകളായിരുന്നു. അതോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം ഓൾമോസ്റ്റ് തീരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് 8 മണി 8:30 വരെയൊക്കെ രക്ഷാപ്രവർത്തനം തുടർന്നെങ്കിൽ ഇന്നിപ്പോൾ 6:30 തന്നെ ഔദ്യോഗികമായി കരയിലെയും പുഴയിലെയും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ വേണം കരുതാൻ. സൈന്യം ഇന്നത്തോടുകൂടി ആ രക്ഷാപ്രവർത്തനം നിർത്തുന്നു. ഒരു റഡാർ ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് സൈന്യം നടത്തിയത്. അത് ഒരു 15 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒരു റഡാർ ആയിരുന്നു. ആ റഡാർ വെച്ച് പരിശോധന നടത്തി. അവിടെ ഇല്ല, 8 മീറ്റർ ആഴത്തിൽ ഒരു സിഗ്നൽ കണ്ടെത്തുകയും അതില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം പുഴ കരയോട് ചേരുന്ന ഭാഗത്തെ മണൽത്തിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അവിടെയും ഒരു സിഗ്നൽ കിട്ടിയതിനെ തുടർന്നാണ് പരിശോധന. പക്ഷേ ആ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ സിഗ്നൽ വളരെ വീക്കായിട്ടൊരു സിഗ്നൽ ആയിരുന്നു. അത് അപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ നൽകാത്ത സിഗ്നലാണ് എന്ന ചില സൂചന ഉണ്ടായിരുന്നു. അത് അതേപോലെ സംഭവിച്ചു. ഇപ്പോൾ സംഭവിക്കാനുള്ളത് ഇനി പുഴയിലേക്കുള്ള പരിശോധനയാണ്. ആ പരിശോധന വലിയ ആളുമർത്ഥമുള്ള പരിശോധനയാണ് ആവശ്യം. ഈ ദിവസം മൊത്തം രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നമുക്ക് ഉണ്ട്. ഉന്മേഷ്, അവസാനം എന്താ സംഭവിച്ചവിടെ? അവസാനം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെർച്ച് ചെയ്തിരുന്നത് നമ്മൾ റഡാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ കൊണ്ടുവന്നിരുന്നത് 3 മീറ്റർ 2 മീറ്റർ ആഴത്തിലുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ടൊന്നും ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു സംഗതി അതുകൊണ്ട് നടക്കൂല എന്നുള്ളത് നമുക്കും അറിയാം, അവർക്കും അറിയാം. ഇവർക്ക് മാത്രമേ അത് തിരിയാത്തുള്ളൂ. തിരിയാത്തതല്ല, അതൊരു പക്ക ഒരു ഷോ ഓഫ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു വിഷയം ഇന്ന് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനം ഇവിടെ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടുന്നത്. അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് എന്ത് കാരണത്താലാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആ സൈന്യത്തിന് ഒരു മെഷീനറീസിൻ്റെ ഒരു സംഗതിയും ഒരു പെർമിഷനും ഒരു അലോഡ് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് 100%. റഡാർ മാത്രമാണ് അവർ ഉപയോഗിച്ചത്. അവർ റഡാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് അവരതല്ല, അവരെ സിസ്റ്റം ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അവരൊരു ടീമായിട്ട് ഒരു ഷോ ഓഫ് മാത്രമേ ഇവരെ കാട്ടിയിട്ടുള്ളൂ. അതായത് സൈന്യത്തിനല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, അവരെ വെച്ചുകാണ്ട് ഇവരെ ഇറക്കി എന്നുള്ളൊരു മോഡിഫൈ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അത് പേരെടുക്കൽ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവരെ ഒരു മെഷീനറീസും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ വന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി എന്ന് പറഞ്ഞത് MLAൻ്റെയും പിന്നെ MP-ൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ റഡാർ സംവിധാനം രണ്ടാമത് ഈ 15 മീറ്റർ 10 മീറ്ററിന് വന്നത്. ഈ 10 മീറ്റർ കൊണ്ടുവന്നത് പോലും ഇപ്പോൾ 2ാം സെക്ഷനിലേക്ക് കിടക്കുമ്പം അതിവിടെ സൂട്ടബിൾ അല്ല. അല്ലെന്ന് മനസ്സിലാവാൻ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഈ കട നിന്നീന സ്ഥലത്ത് നിന്ന് ഈ പുഴയിലേക്കുള്ള ആഴം ഏകദേശം 10 അടിയാണ്. 8 അടി 10 അടി ഇവിടെ വന്ന ആളുകൾ, ഞാനിവിടെ ഒരു കാലത്ത് പിന്നെ പച്ചക്കറി വണ്ടിയിൽ ഇതിൽ പോയ സമയത്ത് ഞാൻ ഇതിലെ പാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിലെ പാസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് പറയണത് ഈ പുഴയും പിന്നെ വെള്ളവും ഇതും തമ്മിൽ പിന്നെ ഇതിൻ്റെ കാര്യം തമ്മിൽ 10 അടിയോളം മാറ്റമുണ്ട്. 8 അടിൻ്റെ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഇവർ പറഞ്ഞ കണക്കിന് ഏകദേശം 30 അടി എന്നുള്ള അവർ പറഞ്ഞത്. അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല, അറിയാതെ. അത് ഇപ്പം വെള്ളം വന്നൊക്കെ മൂടിയിട്ടുണ്ടെങ്കിലും പുഴയിലാണ് പരിശോധന. എത്രത്തോളം അത് പ്രാക്ടിക്കലാണ്? ഈ പുഴയിൽ പരിശോധിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് 2ൻ്റെ ഇടയിലൊരു സ്ഥലമില്ലേ? ഈ 2ൻ്റെ ഇടയിലുള്ള സ്ഥലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ 15 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 മീറ്ററിൻ്റെ റഡാർ സംവിധാനം കൊണ്ടുവന്നാൽ ഈ 10 അടിൻ്റെ ഹൈറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇവർ ഫസ്റ്റത്തെ 3 ദിവസത്തെ ദൗത്യം എന്തായിരുന്നു? ഈ മണ്ണൊക്കെ പാടെ അങ്ങേ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങേ സൈഡിലേക്ക് തട്ടിക്കാണ് അല്ലേ? ഇവർ 3 ദിവസം എടുത്ത പണി 2 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം അത് കഴിഞ്ഞുകാണ്ട് 2 മണിക്കൂർ കൊണ്ട് നമ്മളത് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമ്മളെ ടീമും മലയാളി ടീമും അല്ലെങ്കിൽ ഇവർ ഈ റെസ്ക്യൂ ഫോഴ്സും എല്ലാവരും കൂടിയിട്ട് അത് പിറ്റേന്നും ഇതിൻ്റെ ഈ സക്സസ്ഫുൾ കണ്ടിട്ട് ഇവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിലപ്പുറം ഈ ഒരു ഹൈറ്റിൻ്റെ മാറ്റം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അടിയും അതേപോലെ ഈ പിന്നെ പുഴയും കാര്യം തമ്മിലുള്ള മാറ്റം, അതിൻ്റെ പുറത്തേക്ക് ഈ കൊണ്ടുവന്നിട്ട മണ്ണ് ഏകദേശം നിരപ്പാക്കിയാണ്. ഇതൊക്കെ പാടെ കൂടിയാണ്ട് നമുക്ക് എങ്ങനെ കണക്കൂട്ടിയാലും ഈ മുകളിൽ മാത്രം 15 മീറ്ററിൻ്റെ ഹൈറ്റ് വന്നു, അല്ല 15 അടിൻ്റെ ഹൈറ്റ് വന്നു.
പിന്നെ ഇപ്പം ഇവർ ഈ പറഞ്ഞ ഈ ഇതിൽ ഈ റഡാറിൽ ഇപ്പം ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അത് അത് യുക്തിയുള്ള കാര്യമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉന്മേഷ് സൈന്യത്തെ ഒരു ഉപകരണവുമില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കി എന്ന് അർജുൻ്റെ മാതാവ് ഷീല പറയുന്നത്. രക്ഷാപ്രവർത്തകർ പറയുകയാണ്, സൈന്യം ഇവിടെ വന്നു, 40 അംഗ സൈന്യം ഇവിടെ വന്നിട്ട് പോയി എന്നല്ലാതെ സൈന്യത്തിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില സംവിധാനങ്ങളുണ്ടല്ലോ, അവർക്കറിയാവുന്ന രീതിയിൽ അവരുടെ ഉപകരണങ്ങൾ, അവരുടെ അത്യാധുനിക സംവിധാനങ്ങൾ, അവർക്ക് കിട്ടിയ പരിശീലന പ്രകാരമുള്ള രീതികൾ ഒന്നും ഉണ്ടായില്ല എന്ന് രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്, കണ്ടുവന്നവരൊക്കെയും പറയുന്നുണ്ട്.